ഞങ്ങളിന്ന് ഫാമിലിയായി ഗുരുവായൂരൊന്ന് പോയി. ഇന്നെന്ന് പറയുമ്പോൾ മെയ് 26. ഞങ്ങൾ പ്രധാനമായിട്ട് പോയത് വെച്ച് കഴിഞ്ഞാൽ വൈഫിൻ്റെ ഡാൻസ് പഠിപ്പിക്കുക. വൈഫ് ഡാൻസ് ടീച്ചറാണ്. അപ്പോൾ കുട്ടികളുടെ അരങ്ങേറ്റം വരുന്നുണ്ട് ജൂലൈയിൽ. അപ്പോൾ നമുക്ക് അരങ്ങേറ്റത്തിന് നമുക്ക് കറക്റ്റ് 2 മാസം മുൻപാണ്. അതായത് ജൂലൈ 27-ാം തീയതിക്കുള്ള ഡേറ്റ് നമുക്ക് മെയ് 27-ാം തീയതിയാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുക. ഇവിടെ ചെറിയൊരു ഗുരുവായൂരപ്പൻ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ പോയ സമയത്ത് കിഴക്കേ നടയിൽ നമ്മുടെ നടപ്പന്തലിനോട് ചേർന്നിട്ട് തന്നെ നെന്മിനി ബിൽഡിങ്സ്, അതിൽ തന്നെ നെന്മിനി ലോഡ്ജുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു ലോഡ്ജായിരുന്നു ഞങ്ങൾ പ്രാവശ്യം എടുത്തത്. അവിടെ 2 ബെഡ്റൂമിന് വരുന്നത് 900 രൂപയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല നീറ്റാണ്. ഇപ്പോൾ താഴത്തെ ഗ്രൗണ്ടിൽ ഏകദേശം ടൈൽസൊക്കെ അങ്ങനെ പാകി നല്ല വൃത്തിയായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, റൂമൊക്കെ 2 ചെയർ, അതുപോലെ ഒരു 2 ബെഡ്, പിന്നെ ബാത്റൂമൊക്കെ വളരെ ക്ലീനാണ്. പിന്നെ ഒരു ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഷെൽഫുണ്ട്. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ച് കിഴക്കേ നടയിൽ അമ്പലത്തിനോട് ചേർന്നിട്ട് തന്നെ നമുക്കിങ്ങനെ ഒരു റൂം കിട്ടുക എന്ന് പറയുമ്പോൾ 900 രൂപയ്ക്കൊക്കെ വളരെ ലാഭമാണ്. ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ 26-ാം തീയതി പോയിട്ട് അന്ന് രാത്രി സ്റ്റേ ചെയ്തു. അന്ന് വൈകുന്നേരം തൊഴിൽ ചെയ്തത്. അന്ന് വൈകുന്നേരം തൊഴുതിട്ട് പിറ്റേ ദിവസം മോർണിംഗിൽ വാകച്ചാർത്ത് കാണാനായിട്ട് പോയി. പിന്നെ അതുമാത്രമല്ല, ഞങ്ങൾ പിറ്റേ ദിവസം മോർണിംഗിൽ കയറായിരുന്നു. നല്ല തിരക്കായിരുന്നു. കാരണം വെക്കേഷൻ ആയതിനു ശേഷം നല്ല തിരക്കാണ്. ഇപ്പോൾ ഈ വെക്കേഷനിൽ ഇപ്പോൾ ഞങ്ങൾ 3ാമത്തെ തവണയാണ് പോകുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ട്. അപ്പോൾ അങ്ങനെ രാത്രി തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത് ശരവണ ഭവനിൽ നിന്നായിരുന്നു. ഭക്ഷണം കുഴപ്പമൊന്നുമില്ല, പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റി ആയിരുന്നു. കാരണം ഇന്നലെ തൊഴുതിറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയി. പിന്നെ ഭക്ഷണം കഴിച്ച് വരുമ്പോഴേക്കും ഒരുവിധം ഷോപ്പുകളൊക്കെ അടച്ചു തുടങ്ങി. പിന്നെ ആകെ കൂടിയിട്ട് ഉള്ളത് നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലുള്ള ഡാൻസ് പ്രോഗ്രാമാണ്. അപ്പോൾ അത് കുറച്ച് നേരം അതിരുന്ന് കണ്ടു. 11:30 നേരെ ഒരു 11:30 ആയിട്ട് പോലും ഇത്രയും അധികം ആൾക്കാർ ആ പ്രോഗ്രാം വാച്ച് ചെയ്യാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം അത് പിറ്റേ ദിവസം ഈ വാകച്ചാർത്തൊക്കെ തൊഴാൻ ഉള്ള ആളുകൾ വരെ ആ പ്രോഗ്രാമിന് ഇരിക്കുന്നുണ്ട്. കാരണം ഒരു 3 മണിയോട് കൂടിയിട്ടാണ് ഈ വാകച്ചാർത്തൊക്കെ വരുന്നത്, നിർമ്മാല്യം വാകച്ചാർത്തൊക്കെ. അപ്പോൾ അതുവരെ അതിന് നമുക്ക് നേരത്തെ കയറാനായിട്ട് ഒരുവിധം ആൾക്കാരൊക്കെ അപ്പോൾ തന്നെ ലൈനിലിരിക്കും. അതുപോലെ തന്നെ തെക്കേ നടയിൽ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലാണ് ഗുരുവായൂർ കേശവൻ്റെയും അതുപോലെ തന്നെ ഗുരുവായൂർ പത്മനാഭൻ്റെയും പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതാണ് ശ്രീപത്മം. ഇവിടെയാണ് ഗുരുവായൂർ ദേവസ്വം ഓഫീസ്. ഇവിടെയാണ് നമ്മൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയമൊക്കെ നമുക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം സ്റ്റേജൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. രാവിലെ വാകച്ചാർത്ത് തൊഴാനായിട്ട് ഞാൻ കുറച്ച് ലേറ്റായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 3-3:30 ആയി തൊഴാനായിട്ട് ചെല്ലുമ്പോൾ. പക്ഷേ ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ഇതവിടെ തന്നെയുള്ള ശ്രീ ഗുരുവായൂരപ്പൻ സ്റ്റേജാണ്.
ഇവിടെ കുറച്ച് റെൻറ്റ് കുറവ്, മറ്റേ മേൽപ്പത്തൂരിനെ അപേക്ഷിച്ച് റെൻറ്റ് കുറവാണ്. മേൽപ്പത്തൂർ വിത്ത് GST 5900 1.5 മണിക്കൂറിന്. ഇവിടെ 3850 എത്രയാണ്ട് വരുന്നുള്ളൂ GST അടക്കം.